കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. മമ്മൂട്ടി ഒരു സുഡാപ്പിയാണോ? അല്ല, മമ്മൂട്ടി സുഡാപ്പിയല്ല. പിന്നെ എന്താണ്? മമ്മൂട്ടി കൃത്യമായി അയാളുടെ മതം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ മതത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ മതത്തിന് താൻ ചെയ്തു കൊടുക്കേണ്ടുന്ന എല്ലാ കടമകളും ചെയ്യാൻ തയ്യാറായ കൃത്യമായ ധാരണകളുള്ള ഒരു മത അനുയായിയാണ്. ഇനി സോഷ്യൽ മീഡിയയിലെ സുഡാപ്പികളുടെയും കമ്മികളുടെയും ലോജിക്ക് പ്രകാരം മമ്മൂട്ടിയെ ലളിതമായി സുഡാപ്പിയാക്കാനും സാധിക്കും. സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് വന്നതിന് ഉണ്ണി മുകുന്ദൻ സംഖ്യയാകുമെങ്കിൽ തോപ്പിൽ ജോപ്പൻ സിനിമയിൽ SDPIയുടെ ആംബുലൻസ് വന്നതിന് മമ്മൂട്ടി സുഡാപ്പി തന്നെയാണ്. ക്ഷേത്ര ദർശനം നടത്തി വഴിപാട് കഴിച്ച മോഹൻലാൽ സംഖ്യയാണെങ്കിൽ തൊപ്പി ധരിച്ച് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന മമ്മൂട്ടി സുഡാപ്പി തന്നെയാണ്. ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന മറ്റു സിനിമാ താരങ്ങൾ സംഖ്യയാകുന്ന ലോജിക്കിൽ ഇടതുപക്ഷത്തിനും ഇസ്ലാമിനും അനുകൂല നിലപാടെടുക്കുന്ന മമ്മൂട്ടി കറ തീർന്ന സുഡാപ്പിയാണ്. പക്ഷേ ഈ ലോജിക്കുകൾ എല്ലാം മാറ്റിവെക്കാം. ഇതെല്ലാം ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന സിനിമാ താരങ്ങൾ സുഡാപ്പികളിൽ നിന്നും കമ്മികളിൽ നിന്നും നേരിട്ട ആരോപണങ്ങളുടെ മറു ആരോപണം മാത്രമാണ്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മമ്മൂട്ടി സുഡാപ്പിയല്ല, അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സുഡാപ്പിയാക്കാൻ സാധിക്കില്ല എന്നതാണ്. 50 വർഷത്തോളം നീണ്ട സിനിമാ ജീവിതം കൊണ്ട് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ സമൂഹത്തിൽ ഇനി മാറ്റിയെഴുതാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. എങ്ങനെ കുറച്ചാലും കൂട്ടിയാലും അതിലൊരു മാറ്റം വരുത്താൻ അസാധ്യമാണ്. എന്നാൽ സർട്ടിഫൈഡ് സുഡാപ്പിയല്ല എന്ന കാരണം കൊണ്ട് മമ്മൂട്ടിയുടെ ചെയ്തികൾ ഒന്നും തന്നെ ന്യായീകരിക്കപ്പെടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുഴു വിവാദത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയതൊരു സഖാവാണ്. അതായത് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഇടതുപക്ഷക്കാരനായ മമ്മൂട്ടിക്കെതിരെ ഇടതുപക്ഷക്കാരൻ തന്നെയായ ഒരാൾ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതിൽ അയാളുടെ കുടുംബജീവിതം തകർന്ന കഥയുണ്ട്. മതപരമായ കുത്തിത്തിരിപ്പിന് ഉതകുന്ന തരത്തിൽ തിരക്കഥയുമായി വന്ന ഒരു ഇസ്ലാമിസ്റ്റിന്റെ തിരക്കഥ മമ്മൂട്ടി അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത നെറികേടുണ്ട്. അതേ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിക്കാരന്റെ പടം മുൻപ് ചെയ്ത മമ്മൂട്ടിയുടെ അജണ്ടയുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മമ്മൂട്ടിയുടെ പങ്ക് എന്നതിലുപരി ആ വെളിപ്പെടുത്തലിൽ അയാൾ പറഞ്ഞത് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പുറത്തു വീഴുന്ന കറകളാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതെ വിട്ടുപോയിരിക്കുന്നു. സത്യത്തിൽ തുടക്കം തൊട്ട് മമ്മൂട്ടി എന്ന പുറന്തോടിൽ അടിച്ച് സമയം കളയുകയാണിതിൽ. പുറന്തോടിനകത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് എലികളെ പുറത്തേക്ക് വലിച്ചടിക്കേണ്ട സമയമാണിത്. പ്രതിഷേധിക്കുന്നവരോടാണ് പറയാനുള്ളത്, മമ്മൂട്ടിയെ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനാണ് സാധിക്കുക? ഈ വിഷയത്തിൽ മമ്മൂട്ടി എന്തു പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ സുഡാപ്പിയല്ല എന്ന് പറയുമെന്നാണോ? ഒരിക്കലുമല്ല. മമ്മൂട്ടി എന്ന താരം സിനിമയ്ക്കിടയിൽ തന്നെ തൻ്റെ മതത്തിന് പ്രാധാന്യം നൽകി അതിനെ വളർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനെ സാധൂകരിക്കുന്ന പല കഥകൾ അണിയറയിൽ തന്നെയുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതും ശ്രദ്ധിച്ചാൽ തന്നെ ആരും പുറത്തു പറയാത്തതും തുടക്കകാലം തൊട്ട് അയാൾ ഒരു സേഫ് സോൺ കമ്മ്യൂണിസ്റ്റുകാരനായി ചിത്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തങ്ങൾക്കുള്ളിൽ മതവാദികൾ കയറിയിട്ടുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനിയൊരു വിഭാഗം ജനങ്ങളിലെങ്കിലും മമ്മൂട്ടിയുടെ മതചിന്തയെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുകളുണ്ടാകും. മെല്ലെയാണെങ്കിലും അത് മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രതിഷേധങ്ങൾ കൊണ്ട് സാധിക്കുന്ന ഏക കാര്യവും അതുതന്നെയാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മമ്മൂട്ടി തൻ്റെ മതപരമായ വിശ്വാസ ചിന്തകളെ ഒന്നും വെള്ളം ചേർത്ത് കാണാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കില്ല ഇനി. പകരം കൃത്യമായി അയാളുടെ മതം പറയുന്നതനുസരിക്കുന്ന ഒരാൾ മാത്രമാണ് ഇന്നലെ വരെ. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്ന് കരുതി അയാൾ ഒരു മൂന്നാംകിട സുഡാപ്പിയുടെ സ്വഭാവത്തിലേക്ക് വീണുപോകുമെന്നോ പെരുമാറുമെന്നോ പറയാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ ഈ ഒളിച്ചുകടത്തലുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ, പങ്കുചേരാൻ, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർ മാത്രമേ കൈകൊടുക്കൂ. വർഷത്തിൽ 200 മുതൽ 300 സിനിമകൾ റിലീസാകുന്ന മലയാള സിനിമ, അതിൽ 3-4 സിനിമകൾ മാത്രം വിജയിക്കുന്ന മലയാളം ഇൻഡസ്ട്രിയുടെ ഈ പണമൊഴുക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുബായിലാണ്. അത്തരത്തിലുള്ള ദുബായ് ഫണ്ടിന്റെ വരവും പോക്കും നിയന്ത്രിക്കുന്നതും അതിൽ വലിയ പങ്ക് വഹിക്കുന്നതും ഇടനില നിൽക്കുന്നതും എല്ലാം മെഗാസ്റ്റാറുകളാണ്. അത്തരമൊരിടത്തിൽ ചെറിയ റോളുകൾ ചെയ്യുന്നവർ മുതൽ കോടികളെറിയുന്ന പ്രൊഡ്യൂസർ വരെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. പിന്നെയാണ് 10 വോട്ടിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയക്കാർ. 4 കമ്മികളും 10 കൊങ്ങികളും മാത്രമല്ല, വയറ്റിപ്പിഴപ്പിന് ഇതിലോടുന്ന സകല അവന്മാരും ഇക്കയോടൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുക മാത്രമേയുള്ളൂ. അതാണ് അവരുടെ നിവൃത്തികേട്. ഈ വിഷയത്തിൽ പ്രധാനമായും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്, മമ്മൂട്ടി മലയാളത്തിൻ്റെ ഐക്കണാണ്, അദ്ദേഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നാൽ പ്രതികരിക്കേണ്ടത് ന്യായമായ കാര്യമല്ലേ എന്ന്. വേണം, പ്രതികരിക്കണം. പക്ഷേ അത് മമ്മൂട്ടിക്കെതിരെ മാത്രമാകുമ്പോൾ മാത്രമാണ് ഈ പ്രതികരിക്കാൻ തോന്നുന്നത് എന്നിടത്താണ് ഇവരെ ചെരിപ്പൂരി അടിക്കാൻ തോന്നുന്നത്. മോഹൻലാൽ എന്ന ഇന്ത്യ കണ്ട മികച്ച നടൻ കമ്മ്യൂണിസ്റ്റുകളാലും ഇസ്ലാമിസ്റ്റുകളാലും അപമാനിക്കപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഉണ്ണി മുകുന്ദൻ എന്ന പുതിയ നടൻ്റെ ഒരു സിനിമ പുറത്തു വന്നാൽ ആക്രമിക്കാൻ വരി നിൽക്കുകയാണ് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും. സുരേഷ് ഗോപി പിന്നെ ഒരു BJP നേതാവായി തന്നെ ആക്രമിക്കപ്പെടുകയാണ്. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു ശ്രീരാമനാമം ചൊല്ലാൻ പറഞ്ഞതിൻ്റെ മാത്രം പേരിൽ ആക്രമിക്കപ്പെട്ട ചിത്ര, ശോഭന, ഇവരെയെല്ലാം കൂടാതെ ചെറുതും വലുതുമായ ധാരാളം പേർ ഇവരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്.
അന്നൊന്നും പ്രതികരിക്കാതെ ഇരുന്ന ഇവരുടെ ചെകിടടിച്ചു പൊളിക്കണം എന്ന് തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും തോന്നുന്നത് മമ്മൂട്ടിക്ക് ലഭിക്കുന്ന ഈ പ്രിവിലേജ് എവിടെ നിന്നാണ് എന്നാണ്. മമ്മൂട്ടി എന്ന നടന് എല്ലാ തരത്തിലും അയാളുടെ മതം ശീലിക്കാനും മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. അതിനയാൾക്ക് അയാളുടെ സിനിമയെ ഉപയോഗിക്കാം, അയാളുടെ പേരും പ്രശസ്തിയും ഉപയോഗിക്കാം. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി പ്രതികരിക്കുന്നവരെ ചാപ്പ കുത്താനും ചൊറിയാനും വരുന്നത് അടികിട്ടാത്തതിൻ്റെ കുറവ് തന്നെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രതിയായി നിൽക്കുകയും യാഥാർത്ഥ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കമ്മ്യൂണിസ്റ്റുകൾ രക്ഷപ്പെടുന്നതിലുമുള്ള അരിശം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞു തീർക്കുന്നത്.